നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ തങ്ങളുടെ ആദ്യത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ബ്രസീലിന് ഇറങ്ങുമ്പോൾ ആരാധകരെ ഏറെ മിസ് ചെയ്യുക തീർച്ചയായിട്ടും സൂപ്പർ താരം നെയ്മർ ജൂനിയറെ തന്നെയായിരിക്കും. പരിക്കിൻ്റെ പിടിയിലായ താരം ഈ മത്സരം കളിക്കില്ല എന്നത് ഉറപ്പാണ്. ഏതായാലും അദ്ദേഹം വളരെ പ്രതീക്ഷയോടുകൂടി വളരെ ആവേശത്തിലാണ് ഈ വേൾഡ് കപ്പിനെ നോക്കിക്കാണുന്നത്. ബ്രസീലിൻ്റെ ആദ്യ മത്സരത്തിന് മുന്നോടിയായിട്ട് ആവേശം തുളുമ്പുന്ന വരികൾ അദ്ദേഹം കുറിക്കുന്നു. നാളെയാണ് വെല്ലുവിളികൾക്ക് തയ്യാർ. ബ്രസീൽ വെല്ലുവിളികൾക്ക് തയ്യാർ. വാമോസ് ബ്രസീൽ എന്ന് അദ്ദേഹം കുറിക്കുന്നു. വാമോസ് ബ്രസീൽ. യെസ് നെയ്മർ ജൂനിയർ ഇല്ലാതെ ബ്രസീൽ നാളെ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇപ്പോൾ US സമയം വെച്ച് പറയുകയാണ്. ഏതായാലും നമുക്ക് നാളെ പുലർച്ചെ 3:30 കളി. ആ കളിക്ക് മുന്നോടിയായിട്ട് അദ്ദേഹം കുറിക്കുന്നു, വെല്ലുവിളികൾക്ക് തയ്യാറായി കഴിഞ്ഞു ടീം. തീർച്ചയായിട്ടും ഇന്ന് ബ്രസീൽ ടീമിൻ്റെ സ്ക്വാഡിൽ, അതായത് ഈ മത്സരത്തിനുള്ള സ്ക്വാഡിൽ നെയ്മർ ഉണ്ടാവില്ല. അദ്ദേഹം കളിക്കാൻ ഇറങ്ങില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ടീമിന് എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് ഇന്നലെയും പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുകയുണ്ടായി. അപ്പോൾ ആഞ്ചലോട്ടി ഇന്നലെ പറഞ്ഞത്, നെയ്മറെ ടീമിലേക്ക് എടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ എബിലിറ്റിയും അദ്ദേഹത്തിൻ്റെ മികവും മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ എക്സ്പീരിയൻസും ക്യാരക്ടറും ഒക്കെ ഞങ്ങൾ പരിഗണിച്ചിട്ടുണ്ട് എന്ന്. അതായത് ടീമിനെ ഉത്തേജിപ്പിക്കാൻ അദ്ദേഹത്തിനാവും. ഇന്നലെ വിനി ജൂനിയർ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞില്ലേ, ബ്രസീൽ ടീമിൽ ഞാൻ ചിലവഴിക്കുന്ന ഈ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണ്. നെയ്മർ ജൂനിയർ ഇവിടെയുണ്ട്, അദ്ദേഹം എൻ്റെ ഐഡലാണ്. ഞാൻ കളിക്കളത്തിൽ ചെയ്യുന്ന ഓരോ നീക്കങ്ങളും അദ്ദേഹത്തിൻ്റേത് കണ്ട് പഠിച്ച് അതുപോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായിട്ട് പരിഗണിക്കപ്പെടുന്ന വിനി ജൂനിയർ പറയുന്നുണ്ടെങ്കിൽ, നെയ്മർ ആ ടീമിലെ ഓരോ താരത്തിനും കൊടുക്കുന്ന ആവേശം എത്രത്തോളമാണ്, നെയ്മർ എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രസീൽ ടീമിന് എന്നുള്ളത് ആ വാക്കുകളിൽ തന്നെയുണ്ട്. ആ നെയ്മറാണ് ആവേശത്തോടു കൂടി പറയുന്ന വെല്ലുവിളികൾക്ക് ബ്രസീൽ തയ്യാറായി കഴിഞ്ഞു. വാമോസ് ബ്രസീൽ. യെസ്, ആരാധകരും കാത്തിരിക്കുന്നു. നെയ്മറുടെ മടങ്ങി വരവ് അടുത്ത കളിയിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ആഴ്ച നെയ്മർ ജൂനിയർ ട്രെയിനിങ് ആരംഭിക്കും എന്ന് കോച്ച് പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.